പാവക്കുട്ടിയെ തിരയുന്നതിനിടെ സംസാരശേഷിയില്ലാത്ത കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സംഭവം നടക്കുന്നത്. വീട്ടുമുറ്റത്തെ മേൽമൂടിയില്ലാത്ത കിണറ്റിൽ വീണാണ് 5 വയസ്സുകാരൻ മരിച്ചത്. നേമം കുളക്കുടിയോർ കോണത്ത് സർവോദയം റോഡ് പത്മവിലാസത്തിൽ സുമേഷ് ആര്യ ദമ്പതികളുടെ മകൻ ധ്രുവനാണ് മരിച്ചത്. കിണറ്റിൽ വീണ പാവക്കുട്ടിയെ തിരയുന്നതിനിടെ കിണറ്റിൽ വീണതാണെന്നാണ് സംശയിക്കുന്നത്. സംസാരശേഷി ഇല്ലാത്തതിനാൽ കുട്ടി കിണറ്റിൽ വീണത് ആരും അറിഞ്ഞില്ല. മകനെ കാണാത്തതിനെ തുടർന്ന് അമ്മ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കിണറ്റിൽ വീണ നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് നഴ്സറി വിട്ടുവന്ന ശേഷം വീട്ടുമുറ്റത്ത് 2 വയസ്സുള്ള സഹോദരി ധ്രുവികയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ധ്രുവൻ. പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ സുമേഷ് ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അമ്മ ആര്യ തുണികൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ധ്രുവനെ തിരക്കിയപ്പോൾ അവിടെയെങ്ങും കണ്ടില്ല. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന സഹോദരിയെ മാത്രമാണ് അമ്മ കണ്ടത്. പരിഭ്രാന്തിയിലായ ആര്യ വീടിനു ചുറ്റും അന്വേഷിച്ചു നടന്നെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ കിണറിന് സമീപത്തായി കസേര കണ്ട് സംശയം തോന്നിയാണ് കിണറ്റിൽ പരിശോധിച്ചത്. കുട്ടി കസേരയിൽ കയറി നിന്ന് കൈവരിക്ക് മുകളിലൂടെ എത്തി നോക്കിയതാകാമെന്നാണ് സംശയിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം കുഞ്ഞ് കിണറ്റിൽ കിടന്നു. തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. പിന്നാലെ നേമം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല. ധ്രുവൻ വീടിന് സമീപത്തുള്ള സൈനിക് ഡേ പ്രീ പ്രൈമറി സ്കൂളിലാണ് പഠിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ധ്രുവൻ തന്റെ പാവക്കുട്ടിയെ കിണറ്റിലെറിഞ്ഞിരുന്നു. അതെടുക്കാനായിരിക്കാം കുഞ്ഞ് കസേര വലിച്ചിട്ട് കിണറ്റിലേക്ക് എത്തി നോക്കിയതെന്നാണ് സംശയിക്കുന്നത്. അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലിൽ ഈ പാവക്കുട്ടിയും കിണറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മൃതദേഹം നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.